Let's start learning English. ഹലോ മക്കളെ, വെൽക്കം ടു ക്ലാസ് 20. 20ാമത്തെ ക്ലാസ് അല്ലേ ഇന്ന്? 20th ക്ലാസ്, 20th ഡേ അല്ലേ? 20 TWENTY 20th TWENTIETH 20th അല്ലേ? 20ാമത്തെ. എന്നാലും അല്ലേ, ചിന്തിച്ച് നോക്കിയേ, നമ്മൾ 41 ആക്ഷൻ വേർഡ്സും അതിൻ്റെ V1 V2 V3 V4 V5 എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ 41 into 5 അത്രയും വാക്കുകൾ നമ്മൾ ഈ 19 ക്ലാസ്സസിലൂടെ പഠിച്ചു. ഇതിപ്പോൾ 20th ആണ്. ഇന്ന് നമ്മൾ 4 വേർഡ്സാണ് പഠിക്കാൻ പോകുന്നത്, ആക്ഷൻ വേർഡ്സ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ, എല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്ന തരത്തിലുള്ള 4 ആക്ഷൻ വേർഡ്സ്. ഓക്കെ, അപ്പോഴേ അതിനു മുൻപ് എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ഇട്ടേ. ഫസ്റ്റ് അറ്റൻഡൻസ് 1 കുത്ത് സ്പേസ് എന്നിട്ട് പേര്. പ്രസൻ്റ് എന്നൊക്കെ എഴുതുന്നുണ്ടെങ്കിലേ സ്പെല്ലിങ് ശരിക്കും എഴുതണം മക്കളെ. PRESENT പ്രസൻറ്റ്. ഓക്കെ, നമുക്ക് ഒന്ന് ഓടിച്ചു വിടാം. 41 ആക്ഷൻ വേർഡ്സ് ഇൻ ഇറ്റ്സ് V1 ഫോം ആൻഡ് ഇറ്റ്സ് മീനിങ് അല്ലേ? V1 ഫോമിലുള്ള 41 ആക്ഷൻ വേർഡ്സും അതിൻ്റെ അർത്ഥവും ഒന്ന് ഓടിക്കാം. ഓക്കെ, അപ്പോൾ റെഡി? 1 2 3 സ്റ്റാർട്ട്. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈംബ് കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക. ഓക്കെ അല്ലേ? എല്ലാവർക്കും പറയാൻ കിട്ടിയില്ലേ? വെരി ഗുഡ് മക്കളെ. ഇനി മുന്നോട്ട്, അതായത് ഈ 20th ക്ലാസ് മുതൽ നമ്മൾ പുതിയൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പുതിയൊരു വോയിസ് റെക്കോർഡിംഗ് അയക്കാൻ ടീച്ചർ പറയുന്നുണ്ട്. അത് ടീച്ചർ വീഡിയോയുടെ അവസാനത്തിൽ പറയാം. ഓക്കെ, അപ്പം നമുക്ക് പുതിയ വാക്കുകൾ പഠിക്കാൻ തുടങ്ങിയാലോ? രണ്ടാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. രണ്ടാമത്തെ അറ്റൻഡൻസ് 2 കുത്ത് സ്പേസ് എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതണം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ 41 വാക്കുകളിൽ, ഈ 41 വാക്കുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട്, ഉച്ചരിക്കാൻ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ ഉച്ചരിക്കാൻ പഠിച്ചത്, അതായത് കുറച്ച് മെനക്കെട്ട് പഠിക്കേണ്ടി വന്നു, അത് ഞാൻ തെറ്റായിട്ടായിരുന്നു മുമ്പ് ഉച്ചരിച്ചിരുന്നത് എന്നുള്ള വാക്കുകൾ, അത് ഏതൊക്കെയാണെന്ന് ഒന്ന് കോമിട്ടിട്ട് എഴുതാം. ഒരെണ്ണമല്ല, ഏതൊക്കെയാണെന്ന് എല്ലാം എഴുതാം. അതിനകത്ത് ഈ 41 എഴുതണം എന്നല്ല, റണ്ണൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ടീച്ചർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു, ശരിയായ രീതിയിൽ വായിക്കാൻ അറിയില്ലായിരുന്നു. നിങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് തെറ്റായ രീതിയിലായിരുന്നു വായിക്കുന്നുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് കോമയിട്ടിട്ട് എഴുതുക. ഓക്കെ, അതാണ് സെക്കൻഡ്. ഓക്കെ, അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ? ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ വാക്ക് തുടങ്ങുക, ബിഗിൻ. നമുക്ക് മറ്റൊരു വാക്ക് കൂടി അറിയാം അല്ലേ, സ്റ്റാർട്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോഴും നമ്മൾ ബിഗിൻ എന്നുള്ള വാക്കാണ് പഠിക്കുന്നത്. ഓക്കെ, ബിഗിൻ ബിഗിൻ ബിഗിൻ. ഓക്കെ, തുടങ്ങുക, ബിഗിൻ ബിഗിൻ. ഓക്കെ, തുടങ്ങുക, ബിഗിൻ. BEGIN
Begin. 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 തുടങ്ങുക. Begin. തുടങ്ങുക. ഓക്കെ? BEGIN. Begin. തുടങ്ങുക. അപ്പോൾ അതിലുള്ള ഗ്രാഫിക്സ് കണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. ഞാൻ തുടങ്ങുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ഗ്രാഫിക്സ് എടുത്തിട്ടതാണ്. തുടങ്ങുക. ഇപ്പം ആദ്യം ഇടതുവശത്തുള്ള ചിത്രത്തിൽ ആ എയറോ സ്റ്റാർട്ട് ആവുന്നത് എവിടെ നിന്നാണ്? ഒരു കുറ്റിയിൽ നിന്നാണ്, അല്ലെ, ഒരു ലൊക്കേഷനിൽ നിന്നും. അതാണ് തുടങ്ങുന്ന പോയിന്റ് എന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ സ്റ്റാർട്ട് ഹിയർ, ഇവിടെ തുടങ്ങുക. ഓക്കെ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ടീച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടതാണ് ഗ്രാഫിക്സ് കേട്ടോ. ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് വെച്ച്. ഓക്കെ? അപ്പോൾ ബിഗിൻ, തുടങ്ങുക. BEGIN. ബിഗിൻ, തുടങ്ങുക. Begin. 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 തുടങ്ങുക. V1 form base form begin. V2 form past form തുടങ്ങി. Began. 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 Begin. Began. V3 form past participle form begun. 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 Begin. Began. Begun. Begin. Began. Begun. Begin. Began. Begun. Okay? V1 form base form begin. V2 form past form began. V3 form past participle form begun. Begin. Began. Begun. Begin. Began. Begun. Okay le? V1 form base form begin. BEGIN. V2 form past form began. BEGAN. V3 form past participle form begun. BEGUN. Begin. Began. Begun. ഓക്കെ, ഇനി തുടങ്ങുന്നു എന്ന് പറയണ്ടേ? ബിഗിനിങ്. ബിഗിനിങ്. ബിഗിൻ. ബിഗാൻ. ബിഗിനിങ്. ബിഗിൻ. ബിഗാൻ. ബിഗിനിങ്. ബിഗിൻ, തുടങ്ങുക. ബിഗാൻ, തുടങ്ങി. ബിഗിനിങ്, തുടങ്ങുന്നു. ബിഗിൻ, തുടങ്ങുക. ബിഗാൻ, തുടങ്ങി. ബിഗിനിങ്, തുടങ്ങുന്നു. BEGIN. Begin. BEGAN. Began. BEGINNING. Beginning. V1 form base form begin. V2 form past form began. V3 form past participle form begun. V4 form present participle form beginning. V5 form third person singular simple present form begins. 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 Begin. Began. Begun. Beginning. Begins. V1 form base form begin. V2 form past form began. V3 form past participle form begun. V4 form present participle form beginning. V5 form third person singular form begins. Okay le? Begin. Began. Begun. Beginning. Begins. Okay? ഇനി നമുക്ക് സെന്റൻസസിലോട്ട് പോകാം. ഓക്കെ, ക്ലാസ്സസ് വിൽ ബിഗിൻ സൂൺ. ക്ലാസ്സസ് വിൽ ബിഗിൻ സൂൺ. ക്ലാസുകൾ ഉടൻ ആരംഭിക്കും. ക്ലാസ്സസ് വിൽ ബിഗിൻ സൂൺ. ക്ലാസുകൾ ഉടൻ ആരംഭിക്കും. ദ മൂവി ബിഗാൻ. സിനിമ തുടങ്ങി. മൂവി തുടങ്ങി. ഓക്കെ, ദ മൂവി ബിഗാൻ. സിനിമ തുടങ്ങി. ഇറ്റ് ഹാസ് ബിഗൺ ടു റെയിൻ. മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, മഴ പെയ്യാൻ തുടങ്ങി എന്നല്ല, ഓൾറെഡി തുടങ്ങി. തുടങ്ങിയിരിക്കുന്നു. ഹാസ് ബിഗൺ, അവിടെ V3 ഫോമാണ് ഹാസിന് ഒപ്പമുള്ളത്. ബിഗൺ. ഇറ്റ് ഹാസ് ബിഗൺ ടു റെയിൻ. മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇറ്റ് ഈസ് ബിഗിനിങ് ടു സ്നോ. മഞ്ഞു പെയ്യാൻ തുടങ്ങുകയാണ്. മഞ്ഞു പെയ്യാൻ തുടങ്ങുകയാണ്. ഇറ്റ് ഹാസ് ബിഗൺ ടു റെയിൻ എന്നുള്ളത് എന്താണ്? മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇറ്റ് ഈസ് ബിഗിനിങ് ടു സ്നോ.
തുടങ്ങുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ബിഗിനിങ് ടു സ്നോ. മഞ്ഞു പെയ്യാൻ തുടങ്ങുകയാണ്. ദ ഷോ ബിഗിൻസ് നൗ. ഷോ ഇപ്പോൾ ആരംഭിക്കും അല്ലെങ്കിൽ ആരംഭിക്കുന്നു. ഇവിടെ ബിഗിൻസ് എന്നുള്ളത് ആരംഭിക്കും എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ദ ഷോ ബിഗിൻസ് നൗ. ഷോ ഇപ്പോൾ ആരംഭിക്കും അല്ലെങ്കിൽ ഷോ ഇപ്പോൾ ആരംഭിക്കുന്നതാണ്. ഓക്കെ, അതായത് ആരംഭിക്കുന്നു എന്ന് തുടക്കം നമ്മൾ പറയാണ്. ദ ഷോ ബിഗിൻസ് നൗ. ഇതാ ഷോ ഇവിടെ ആരംഭിക്കുകയാണ്, അങ്ങനെ അർത്ഥമാക്കാം. അല്ലെങ്കിൽ ഒരാൾ ഒരു കൂട്ടുകാരി മറ്റൊരു കൂട്ടുകാരിയോട് പറയുകയാണെന്ത്, ഷോ ഇതാ ഇപ്പം തുടങ്ങും. ഓക്കെ, അങ്ങനെ. അപ്പോൾ ടീച്ചറുടെ ഒപ്പം സെൻറ്റൻസസ് ഒന്ന് വായിച്ചാലോ? ഒരു 2 തവണ ആയിക്കോട്ടെ അല്ലേ? ക്ലാസ്സസ് വിൽ ബിഗിൻ സൂൺ. ക്ലാസ്സസ് വിൽ ബിഗിൻ സൂൺ. The movie began. The movie began. It has begun to rain. It has begun to rain. It is beginning to snow. It is beginning to snow. The show begins now. The show begins now. ഓക്കെ അല്ലേ? ഓക്കെ, എളുപ്പമുള്ള സെൻറ്റൻസസ് ആയിരുന്നു ടീച്ചർ മിക്കതും ഇട്ടത്. ഓക്കെ, ക്ലാസ്സസ് വിൽ ബിഗിൻ സൂൺ. ദ മൂവി ബിഗാൻ. ഇറ്റ് ഹാസ് ബിഗൺ ടു റെയിൻ. ഇറ്റ് ഈസ് ബിഗിനിങ് ടു സ്നോ. ദ ഷോ ബിഗിൻസ് നൗ. ഓക്കെ, അപ്പോൾ അടുത്ത വാക്കിലേക്ക് പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ പഠിച്ച ബിഗിൻ എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. 3rd കമൻറ്റ് 3 എഴുതുക, കുത്തിടുക, നിങ്ങളുടെ പേരെഴുതുക, എന്നിട്ട് ബിഗിൻ, ബിഗാൻ, ബിഗൺ, ബിഗിനിങ്, ബിഗിൻസ് ഇതൊക്കെ എഴുതുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ, ഓക്കെ, അടുത്ത വാക്ക് ആവുക, ആയിത്തീരുക. ബിക്കം. ബിക്കം നമുക്ക് കം അറിയുന്നത് കൊണ്ട് തന്നെ എളുപ്പമായിരിക്കും ബിക്കം. ഓക്കെ, ഒരു ബോയ് ഒരു മാനായി മാറുന്ന ഒരു ഗ്രാഫിക് ടീച്ചർ ലെഫ്റ്റ് സൈഡിലിട്ടു അല്ലേ? എങ്ങനെയാണത് ബോയ് മാനായി എന്ന് മനസ്സിലാവുന്നത്? ഓക്കെ, ബോയുടെ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് മാൻ ആവുന്നത് ഒരു ടൈ വെച്ചിട്ടും ഹൈറ്റും തടിയൊക്കെ കൂടിയതും കൊണ്ടാണ് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഓക്കെ, ഇനി വലതുവശത്ത് നോക്കിയേ. ഒരാൾ വെള്ള കോട്ടിട്ട്, വൈറ്റ് കോട്ടിട്ടിട്ട് ഒരു മൈക്രോസ്കോപ്പും കുറച്ച് ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡിൽ വെച്ച് ഒരു ബീക്കറിൻ്റെ അകത്തുനിന്ന് ഒരു വയലറ്റ് ലിക്വിഡ് ഒരു ഡ്രോപ്പറിൻ്റെ അകത്തെടുത്ത് എന്ത് ചെയ്യാണ്? അത് ടെസ്റ്റ് ട്യൂബിലോട്ട് ഉറ്റിക്കുകയാണ് അല്ലേ? മോസ്റ്റ് പ്രോബബ്ലി ഹീസ് എ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ കെമിസ്റ്റ് ഒക്കെ നമുക്ക് വിളിക്കാം അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ബിക്കം എന്നുള്ള വാക്കിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു ചിത്രം വെച്ചത്? ഹി ബിക്കെയിം എ സയൻറ്റിസ്റ്റ്, ഹി ബിക്കെയിം എ കെമിസ്റ്റ് എന്നുള്ള അർത്ഥം അല്ലേ? അയാളൊരു സയൻറ്റിസ്റ്റായി, ശാസ്ത്രജ്ഞനായി എന്ന് പറയുന്നത് പോലെ. ഓക്കെ, ബിക്കം എന്നുള്ളതിനൊപ്പം ആ ഒരു ചിത്രം ടീച്ചർ വെച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ ആരാകാനാണ് ആഗ്രഹം? അതൊന്ന് കമൻറ്റ് ചെയ്തേ. പിന്നെ പലരും ഓൾറെഡി പലതും ആയതാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ എഴുതുന്നത് ഇങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് എന്താകാനായിരുന്നു കുട്ടിക്കാലത്ത് ആഗ്രഹം? അതെഴുതാലോ. ഓക്കെ, അപ്പോൾ അതായത് ഇതുവരെ ഒന്നും ആവാത്ത ചെറിയ സ്റ്റുഡൻസ് കുട്ടികൾക്ക് എന്തെഴുതാം? എന്താണ് ഭാവിയിലാകാൻ ഇഷ്ടം? അങ്ങനെയുള്ള ചെറിയ കുട്ടികൾ എന്നല്ല, ഇപ്പോഴും വലിയ ആളുകൾക്കും ഇനിയും ആവാൻ അവസരമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരും ഇനി എന്താകാനാണ് ആഗ്രഹം എന്നുള്ളത് എഴുതാം. അതല്ല, കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് എന്താകാനായിരുന്നു ആഗ്രഹം എന്നുള്ളതായാലും എഴുതാം. എന്ത് പ്രൊഫഷൻ അല്ലെങ്കിൽ എന്തായി കാണാനായിരുന്നു നിങ്ങളെ തന്നെ ആഗ്രഹിച്ചത്? ഓക്കെ, ഓക്കെ, അതൊന്ന് എഴുതുക. എല്ലാവരും കമൻ്റ് ഇല്ല, നോക്കട്ടെ എത്ര പേര് എന്തൊക്കെ ആകാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, ആവുക, ആയിത്തീരുക. ബിക്കം, BECOME, ബിക്കം, 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 BECOME, ബിക്കം. നമ്മുടെ കം പോലെ തന്നെ ബിക്കമും ആ ഒരു രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് വാക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ബിക്കം ആവുക, ആയിത്തീരുക. ബിക്കെയിം ആയിത്തീർന്നു. ഓക്കെ, V1 ഫോം, ബേസ് ഫോം ബിക്കം.
V2 form, past form, became. V3 form, past participle form, become. നമ്മൾ come, came, come പറഞ്ഞതുപോലെ തന്നെ become, became, become. Okay? V1 form, base form, become. V2 form, past form, became. V3 form, past participle form, become. Okay? Become, became, become. Become, became, become. Become, became, become. V1 form, base form, become. V2 form, past form, became. V3 form, past participle form, become. Okay അല്ലേ മക്കളെ? ഓക്കെ, ഇനി അടുത്തത് ആയിത്തീരുന്നു. എങ്ങനെ? ING ഫോം അല്ലേ, അല്ലെങ്കിൽ V4 ഫോം. ING ഫോം, V4 ഫോം, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമിനെയാണ് ഈ V4 ഫോം അല്ലെങ്കിൽ ING ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കമിങ്. അതിൽ കമ്മിങ് ആയതുപോലെ തന്നെ ഈ എടുത്ത് കളയുക, എന്നിട്ട് ING ചേർക്കുക. BECOM ING, BECOM ING, ബിക്കമിങ്. Become, became, becoming. Become, ആവുക, ആയിത്തീരുക. Became, ആയിത്തീർന്നു. Becoming, ആവുന്നു, ആയിത്തീരുന്നു. ആകുന്നു, ആയിത്തീരുന്നു. ഓക്കെ? Become, became, becoming. Become, ആവുക, ആയിത്തീരുക. Became, ആയിത്തീർന്നു. ബിക്കമിങ്, ആകുന്നു, ആയിത്തീരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ V1, V2, V3, V4, V5 എന്ന് പറഞ്ഞു നോക്കിയാലോ. ബിക്കം, ബിക്കെയിം, ബിക്കം, ബിക്കമിങ്, ബിക്കംസ്. ബിക്കംസ് ആവണമെങ്കിൽ ജസ്റ്റ് ബിക്കമിൻ്റെ മുന്നിൽ ഒരു S ഇട്ട് ചേർത്താൽ മതി. ഈ ഒക്കെ ഓൾറെഡി അതിനകത്തുണ്ട്, അതുകൊണ്ട് ടെൻഷൻ ഇല്ല, നമ്മൾ പ്രത്യേകിച്ച് ഈ ഒന്നും ചേർക്കാനൊന്നുമില്ല. ഓക്കെ, ബിക്കം, ബിക്കെയിം, ബിക്കം, becoming, becomes. V1 form, base form, become. V2 form, past form, became. V3 form, past participle form, become. V4 form, present participle form, becoming. V5 form, third person singular form, becomes. Okay? Become, became, become, becoming, becomes. Okay? ആയല്ലോ. ഇനി നമുക്ക് സെൻറ്റൻസസിലോട്ട് കൊണ്ടിടാം അല്ലേ. പ്ലാന്റ്സ് ബിക്കം ബിഗ്. ചെടികൾ വലുതാകുന്നു. അതൊരു ഫാക്റ്റാണ് അല്ലേ. പക്ഷെ ഇവിടെ തേർഡ് പേഴ്സൺ ആണെങ്കിലും സിംഗുലർ അല്ല, അതുകൊണ്ട് നമ്മൾ ബിക്കം ബേസ് ഫോമേ എഴുതേണ്ടതുള്ളൂ. ഓക്കെ, പ്ലാന്റ്സ് ബിക്കം ബിഗ്. ചെടികൾ വലുതാകുന്നു. ഇറ്റ് ബിക്കെയിം ഡാർക്ക്. ഇരുട്ടായി. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇരുട്ടായി. ഇറ്റ് ബിക്കെയിം ഡാർക്ക്. ഇരുട്ടായി. ബിക്കെയിം, ആയി. ഇരുട്ടായി. ഇറ്റ് ബിക്കെയിം ഡാർക്ക്. ദേ ഹാവ് ബിക്കം ഫ്രണ്ട്സ്. ദേ ഹാവ് ബിക്കം ഫ്രണ്ട്സ്. അവർ സുഹൃത്തുക്കളായി. ഈ സുഹൃത്തുക്കളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ബിക്കം. ഇവിടെ ബിക്കം ഏതാണ്? V3 ഫോം ആണ്. ഓക്കെ, ദേ ഹാവ് ബിക്കം ഫ്രണ്ട്സ്. അവർ ഓൾറെഡി സുഹൃത്തുക്കളായി കഴിഞ്ഞു. ഓക്കെ, ദേ ഹാവ് ബിക്കം ഫ്രണ്ട്സ്. ഇറ്റ് ഈസ് ബിക്കമിങ് ലേറ്റ്. ഇറ്റ് ഈസ് ബിക്കമിങ് ലേറ്റ്. ഞാൻ നേരത്തെ ഇറ്റ് ബിക്കെയിം ഡാർക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്താണത്? ഇറ്റ് ഈസ് ബിക്കമിങ് ലേറ്റ്. വൈകുന്നു. ഓക്കെ, വൈകുന്നു. ഹി ബിക്കംസ് ഹാപ്പി ഈസിലി. ഹി ബിക്കംസ് ഹാപ്പി ഈസിലി. അവൻ എളുപ്പത്തിൽ സന്തോഷവാനാകും, അല്ലെങ്കിൽ സന്തോഷവാനാകുന്ന ഒരാളാണ്. അവൻ എളുപ്പത്തിൽ സന്തോഷവാനാകുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുകയാണ്. അതൊരു സത്യമാണ്, അത് അവൻ്റെ ഒരു പ്രകൃതമാണ്. ഹി ബിക്കംസ് ഹാപ്പി ഈസിലി. എളുപ്പത്തിൽ സന്തോഷവാനാകും, സന്തോഷമാകും അവന്. ഓക്കെ, അപ്പോഴിവിടെ ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ
V5 ഫോം യൂസ് ചെയ്തു അല്ലേ? ഹി ബിക്കംസ് ഹാപ്പി ഈസിലി. ഓക്കെ, പ്ലാന്റ്സ് ബിക്കം ബിഗ്. ഇറ്റ് ബിക്കെയിം ഡാർക്ക്. ദേ ഹാവ് ബിക്കം ഫ്രണ്ട്സ്. ഇറ്റ് ഈസ് ബിക്കമിങ് ലേറ്റ്. ഹി ബിക്കംസ് ഹാപ്പി ഈസിലി. ടീച്ചറോടൊപ്പം വായിച്ച ഒരു 3 തവണ. എളുപ്പമുള്ള സെന്റൻസസ് അല്ലേ, തെറ്റിക്കാൻ പാടില്ല. റെഡി? 1, 2, 3, start. Plants become big. Plants become big. Plants become big. It became dark. It became dark. It became dark. They have become friends. They have become friends. They have become friends. It is becoming late. It is becoming late. It is becoming late. He becomes happy easily. He becomes happy easily. He becomes happy easily. ഓക്കെ, ഇനി നമ്മൾ അടുത്ത അറ്റൻഡൻസ് ഇടാൻ ടൈമായി. നമ്പർ ഇടുക, പേരെഴുതുക, എന്നിട്ട് എന്തെഴുതണം? ബിക്കം, ബിക്കെയിം, ബിക്കം, ബിക്കമിങ്, ബിക്കംസ്. ഓക്കെ, V1, V2, V3, V4, V5 ഫോംസ് എഴുതണം. ഏതിൻ്റേത്? ബിക്കമിൻ്റേത്. ഓക്കെ, ആവുക, ആയിത്തീരുക, ബിക്കം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വാക്കിലോട്ട് ഓടാം. റൺ ചെയ്യാം അല്ലേ? ഓടാം, റൺ ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത വാക്കിലേക്ക് എത്തി. അവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു ഷവൽ ഉപയോഗിച്ച് ഒരു മാനും ഒരു ലേഡിയും പണിയെടുക്കുകയാണ് അല്ലേ? ആ മാൻ എന്താ ചെയ്യുന്നത്? ഷവൽ ഉപയോഗിച്ച് ഇവിടുന്ന് മണ്ണെടുത്ത് ഇങ്ങനെ കൂമ്പാരാക്കുകയാണ് അല്ലേ? കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഉണ്ട്, കാലിൽ ഷൂസ് ഉണ്ട്, ഫുള്ളി കവേർഡ് ആണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം അല്ലേ? ഹി ഇസ് എ കൺസ്ട്രക്ഷൻ വർക്കർ. ഓക്കെ, നമുക്ക് ഊഹിക്കാം, വേറെ ഒന്നും അവിടെ കാണുന്നില്ല. ഓക്കെ, ഷവലും കുറച്ച് മണ്ണും അവരുടെ മൊത്തത്തിലുള്ള വേഷവും. ഇനി ഇപ്പുറത്ത് വലതു ഭാഗത്ത് എന്താ കാണുന്നത്? ആ ലേഡിയും മണ്ണ് എന്തോ ചെയ്യാണ് ഷവൽ വെച്ച്. പക്ഷേ അതിനൊപ്പം വേറെ ഒരു സംഭവം കൂടി നമ്മൾ കാണുന്നുണ്ട്. അവരുടെ വേഷം എന്താണ്? ഒരു വീട്ടിൽ ഒരാൾ ഇടുന്ന രീതിയിലുള്ള വേഷമാണ് അല്ലേ? അല്ലാതെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ വേഷമല്ല. അത് മാത്രമല്ല, എല്ലാത്തിലും ഉപരി അവിടെ വേറൊരു സംഗതി കാണുന്നുണ്ട് അല്ലേ? സീഡ്ലിങ്സ് കാണുന്നുണ്ട് നമ്മൾ അല്ലേ? സീഡ്ലിങ്സ് കാണുന്നുണ്ട്. സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈകൾ, കുഞ്ഞു കുഞ്ഞു തൈകൾ കാണുന്നുണ്ട് അല്ലേ? അത് തൈ നടുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേഡി എന്താ ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ വർക്കാണോ? അല്ല, ഷീ ഈസ് ഗാർഡനിങ്. വീട്ടിൽ ഗാർഡനിങ് ചെയ്യുകയാണ് ആൾ. മറ്റേയാൾ കൺസ്ട്രക്ഷൻ വർക്കറാണെന്ന് നമുക്ക് ഊഹിക്കാം. എന്തു തന്നെയായാലും രണ്ടുപേരും ചെയ്യുന്നത് എന്താണ്? ഷവൽ ഉപയോഗിച്ച് കുഴിച്ച് മണ്ണ് എടുക്കുകയാണ് അല്ലേ? മണ്ണ് എടുക്കുകയാണ്, കുഴിക്കുകയാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? കുഴിക്കുക, ഡിഗ്. കുഴിക്കുക, ഡിഗ്. കുഴിക്കുക, ഡിഗ്. ഓക്കെ, കുഴിക്കുക, DIG, ഡിഗ്. DIG, ഡിഗ്. DIG, ഡിഗ്. ഓക്കെ, ഇനി കുഴിച്ചു എന്നുള്ളത് നോക്കണം അല്ലേ? നിങ്ങൾ ഇന്ന് ഒരു പുതിയ വാക്ക് ടീച്ചർ പഠിപ്പിച്ചു, ഷവൽ. ഷവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ മണ്ണ് കുഴിക്കുന്ന ആ ഒരു ഉപകരണമാണത്. ഗാർഡനിങ്ങിന് യൂസ് ചെയ്യും, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കിന് യൂസ് ചെയ്യും. ഓക്കെ, റോഡ് വർക്ക്, റോഡും കൺസ്ട്രക്ഷൻ വർക്കല്ലേ? റോഡ് കൺസ്ട്രക്ഷൻ വർക്കിനും ഒക്കെ യൂസ് ചെയ്യും, ബിൽഡിംഗ് കൺസ്ട്രക്ഷനും യൂസ് ചെയ്യും, ഒക്കത്തിനും യൂസ് ചെയ്യും ഷവൽ. ഓക്കെ ഓക്കെ, ഷവലിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? SHOVEL. SHOVEL, ഷവൽ. ഓക്കെ, ഷവൽ. അത് ഒരു എന്താ പറയുക? അതൊരു കോരി എടുക്കുന്ന ടൈപ്പ് ഒരു ഉപകരണമാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഏകദേശം പേരും. ഓക്കെ, പിന്നെ ചിലവർ കണ്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് മനസ്സിലാകാത്തതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഷവലിൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഷവൽ. അപ്പോൾ നമുക്ക് ഡിഗ്, ഡഗ്, ഡഗ്. V1 form base form dig, V2 form past form dug, V3 form past participle form dug. Dig, dug, dug. Dig, dug, dug.
ഡിഗ് ഡഗ് ഡഗ്. ഷവൽ കൂടാതെ ടീച്ചർ വേറെ ഒരു വാക്കും കൂടെ പഠിപ്പിച്ചില്ലേ? എന്തായിരുന്നു പഠിപ്പിച്ചത്? സീഡ്ലിംഗ് അല്ലേ? സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞ് ചെടി എന്ന് പറയാം, അതിന് നമുക്ക് തൈ എന്ന് പറയാം. കുഞ്ഞു തൈയാണ്, വളരെ ചെറുത്. അതായത് വിത്തിൽ നിന്നും മുളച്ച് വന്ന കുഞ്ഞു സാധനത്തിനെയാണ് നമ്മൾ സീഡ്ലിംഗ് എന്ന് പറയുക. ടീച്ചർ തൈ എന്നൊക്കെ പറയുമ്പോൾ വലിയ തൈയായിട്ടൊന്നും വെക്കണ്ട. നമ്മളിപ്പം തെങ്ങും തൈയൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും. അതല്ല, ഈ സീഡ്ലിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതായിരിക്കും. കുഞ്ഞു വേര് വന്നിട്ടുണ്ടാവും, ഒരു 2-3 ഇല കഷ്ടിച്ചുണ്ടാവും. അതാണ് സീഡ്ലിംഗ്. ഓക്കെ, അതിൻ്റെ സ്പെല്ലിംഗ് സീഡ്, SEED സീഡ്, എന്നിട്ടൊരു ലിംഗ് LING സീഡ്ലിംഗ്. ഓക്കെ, കുഞ്ഞു തയ്യാണ് നമ്മൾ സീഡ്ലിംഗ് എന്ന് പറയും. അപ്പം ഇന്ന് അതായത് നമ്മൾ ആക്ഷൻ വേർഡ്സ് കൂടാതെ ഈ ഒരു സ്ക്രീനിൽ നമ്മൾ അതായത് നമ്മുടെ എന്താണ് ഡിഗ് എന്നുള്ള വാക്കിൻ്റെ ആ സ്ക്രീനിൽ കണ്ട ചിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ച 2 വാക്കുകൾ, പുതിയ വാക്കുകളാണ് ഷവലും സീഡ്ലിങ്ങും. ഓക്കെ, ഷവൽ സീഡ്ലിംഗ്, ഷവൽ സീഡ്ലിംഗ്. ഓക്കെ, ഷവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉപകരണം. ഓക്കെ, നിങ്ങൾ ഏകദേശം എല്ലാ പേരും കണ്ടിട്ടുണ്ടാവും. പിന്നെ സീഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൈ. പക്ഷെ ശരിക്കും തൈ എന്ന് പറയുമ്പോഴും നമുക്ക് കുറച്ച് വലുതായിട്ട് തോന്നാം. അല്ല, ഞാറ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ. ഓക്കെ, വളരെ ചെറിയ കുഞ്ഞ്, അതായത് കുറച്ച് വേര് മാത്രം, ജസ്റ്റ് വന്നതുള്ളൂ വേര്, ചെറിയ വേര്. അതുപോലെ തന്നെ എന്താണ്, ഒരു 2-3 ഇലകൾ വന്ന സംഗതി, അതാണെന്ത് സീഡ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഈ 2 പുതിയ വാക്കുകളും കൂടി നമ്മൾ പഠിച്ചു കേട്ടോ. ഓക്കെ, V1 ഫോം, ബേസ് ഫോം ഡിഗ്, കുഴിക്കുക. V1 ഫോം, ബേസ് ഫോം ഡിഗ്. V2 ഫോം, പാസ്റ്റ് ഫോം ഡഗ്, കുഴിച്ചു. V2 ഫോം, പാസ്റ്റ് ഫോം ഡഗ്, കുഴിച്ചു. ഓക്കെ, V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡഗ് തന്നെ. ഓക്കെ, ഡിഗ് ഡഗ് ഡഗ്, ഡിഗ് ഡഗ് ഡഗ്, ഡിഗ് ഡഗ് ഡഗ്. ഓക്കെ, സോ സിമ്പിൾ. DIG ഡിഗ്, DUG ഡഗ്, ഡിഗ് ഡഗ്, DIG ഡിഗ്, DUG ഡഗ്. ഇത് രണ്ടിലും ടീച്ചർ ഇന്നാള് ക്ലാസ്സിൽ പറഞ്ഞ ഷോർട്ട് വവൽ സൗണ്ട് ആണ് അല്ലേ? ഡിഗ് ഡിഗ് അല്ലേ? ഷോർട്ട് വവൽ സൗണ്ട്, ലോങ് വവൽ സൗണ്ട് ഓർമ്മയുണ്ടല്ലോ. അതിൽ ഈ ഡിഗ് ഡഗ് രണ്ടിലും എന്താണ്, ഐയുടെയും യുയുടെയും ഷോർട്ട് വവൽ സൗണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? V1 ഫോം, ബേസ് ഫോം ഡിഗ്. V2 ഫോം, പാസ്റ്റ് ഫോം ഡഗ്. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡഗ്. അടുത്ത എന്താണ്, നമ്മൾ ING അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമിലേക്കാണ് അല്ലേ? V4 ഫോം, ഡിഗിങ്. ഡിഗ് ഡഗ് ഡിഗിങ്, ഡിഗ് ഡഗ് ഡിഗിങ്, ഡിഗ് ഡഗ് ഡിഗിങ്. ഓക്കെ, ഡിഗ് കുഴിക്കുക, ഡഗ് കുഴിച്ചു, ഡിഗിങ് കുഴിക്കുന്നു. ഡിഗ് കുഴിക്കുക, ഡഗ് കുഴിച്ചു, ഡിഗിങ് കുഴിക്കുന്നു. ഓക്കെ, ഡിഗ് ഡഗ് ഡിഗിങ്. ഇവിടെ ഡിഗ് പ്ലസ് ING വരുന്ന സമയത്ത് ആ G ഇരട്ടിക്കുന്നുണ്ട് അല്ലേ? അത് ശ്രദ്ധിച്ചോ. ഒരു G ഉണ്ടായെടുത്ത് 2 G ആയി മാറി. ഡിഗ് ഡഗ് ഡിഗിങ്, ഡിഗ് ഡഗ് ഡിഗിങ്. DIG ഡിഗ്, DUG ഡഗ്, DIGGING ഡിഗിങ്, ഡിഗ് ഡഗ് ഡിഗിങ്, ഡിഗ് ഡഗ് ഡിഗിങ്. ഓക്കെ, ഡിഗ് ഡഗ് ഡിഗിങ്. ഇപ്പം നമ്മൾ പിന്നെ ഇതിൻ്റെ എന്താണ് V5 ഫോം അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ഫോമിൽ S ജസ്റ്റ് ചേർക്കാനേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. DIGS ഡിഗ്സ്. ഓക്കെ, അപ്പോൾ ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ്, ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ്. നല്ലൊരു ട്യൂണ് വരുന്നുണ്ട് അല്ലേ? ഒരു റിതം അല്ലേ? ഒരു റിതം നമുക്ക് ഫീൽ ആവുന്നില്ലേ? ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. V1 V2 V3 V4 V5 ഓഫ് ഡിഗ്, ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ്. എനിക്ക് ഭയങ്കര ഒരു ഉഷാർ തോന്നുന്നത് പറയുമ്പോൾ. ഓക്കെ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ്, ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സുഖം ഉണ്ടല്ലേ അത് പറയുമ്പോൾ? മറ്റു വാക്കുകളില്ലാത്തൊരു സുഖം കാണുന്നില്ലേ? ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിങ്ങളത് ഇതുമാതിരി വരുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങളുടെ ഡാ കറക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ ഡാ 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 പറയുകയാണെങ്കിൽ ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ് എന്നാണ് വരിക. അങ്ങനെയല്ല, ടീച്ചർ പറയുന്നതിൽ ആ അക്ഷരത്തിൻ്റെ ആ ഒരു കറക്റ്റ്നെസ്സിൻ്റെ ഒരു ഭംഗിയും കൂടി ഉണ്ട്. നിങ്ങളത് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ പറയാം, നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ്. എൻ്റെത് വളരെ മനോഹരമായി വന്നു. നിങ്ങളത് പറഞ്ഞ് മനോഹരമാക്കാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഫസ്റ്റ് ലൈവിലെങ്ങാനും പഠിപ്പിച്ച മക്കളെ ഞാൻ ഡി എന്നുള്ള ആ അക്ഷരം എങ്ങനെ പറയാന്നുള്ളത്. ഓക്കെ, ഡിഗ് ഡഗ് ഡഗ് ഡിഗിങ് ഡിഗ്സ്. V1 V2 V3 V4 V5. V1 ഫോം,
base form dig. V2 form past form dug. V3 form past participle form dug. V4 form present participle form digging. V5 form third person singular form digs. ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? ഇനി നമുക്ക് സെന്റൻസസിലോട്ട് പോയാലോ? പോകാം അല്ലേ? ജമ്പ്, ചാടുക. നമുക്കൊന്ന് ജമ്പ് ചെയ്യാം സെന്റൻസസിലോട്ട് അല്ലേ? ചാടാം. I dig in the garden. I dig in the garden. ഞാൻ പൂന്തോട്ടത്തിൽ കുഴിക്കുന്നയാളാണ്, ഞാൻ കുഴിക്കാറുണ്ട്. ഓക്കെ, I dig in the garden. ഞാൻ പൂന്തോട്ടത്തിൽ കുഴിക്കും, അല്ലെങ്കിൽ ഞാൻ പൂന്തോട്ടത്തിൽ കുഴിക്കാറുണ്ട്. ഓക്കെ, I dig in the garden. He dug a hole. He dug a hole. അവൻ ഒരു കുഴി കുഴിച്ചു. He dug a hole. അവൻ ഒരു കുഴി കുഴിച്ചു. They have dug a tunnel. They have dug a tunnel. അവർ ഒരു തുരങ്കം കുഴിച്ചു കഴിഞ്ഞു. Have dug. Dug, ഇവിടെ dug എന്താണ്? V3 ഫോം ആണ്. Have dug എന്ന് വരുന്നത് കൊണ്ട് തന്നെ dug V3 ഫോം ആണ്. ഓക്കെ, They have dug a tunnel. Tunnel, തുരങ്കം. They have dug a tunnel. അവർ ഒരു തുരങ്കം കുഴിച്ചു കഴിഞ്ഞു. They have dug a tunnel. അവർ ഒരു തുരങ്കം കുഴിച്ചു കഴിഞ്ഞു. She is digging now. അവൾ ഇപ്പോൾ കുഴിക്കുന്നു. Now, ഇപ്പോൾ. Is digging, കുഴിക്കുന്നു. അവൾ ഇപ്പോൾ കുഴിക്കുന്നു. She is digging now. She is digging now. The dog digs bones. The dog digs bones. നായ അസ്ഥികൾ കുഴിക്കാറുണ്ട്, കുഴിക്കുന്നു. അത് നായയുടെ ഒരു ശീലം, ഹാബിറ്റ് ആണ്. ഓക്കെ, ഇവിടെ നായ, ദ ഡോഗ് എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്. സോ ഡെഫിനറ്റ്ലി V5 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദ ഡോഗ് digs bones. The dog digs bones. നായ അസ്ഥികൾ കുഴിക്കുന്നു, കുഴിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അർത്ഥം വെക്കാം. എന്തായാലും ആ ഇംഗ്ലീഷ് സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നായയുടെ ശീലമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ ഡോഗ് digs bones. I dig in the garden. He dug a hole. They have dug a tunnel. She is digging now. The dog digs bones. അപ്പോൾ ടീച്ചറോടൊപ്പം ഒരു 3 times വായിക്കുക. ഓക്കെ, റെഡി? 1, 2, 3. I dig in the garden. I dig in the garden. I dig in the garden. He dug a hole. He dug a hole. He dug a hole. They have dug a tunnel. They have dug a tunnel. They have dug a tunnel. She is digging now. She is digging now. She is digging now. The dog digs bones. The dog digs bones. The dog digs bones. ഓക്കെ, നമ്മൾ ഡിഗ് എന്നുള്ള വാക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇനി എന്ത് ചെയ്യണം? അടുത്ത അറ്റൻഡൻസ്, പേര്, നമ്പർ, പേര്, എത്രാമത്തെ അറ്റൻഡൻസ് ആണെന്നുള്ളത് നമ്പർ, പേര്, പിന്നെ dig, dug, dug, digging, digs. Dig, dug, dug, digging, digs. എനിക്ക് ഭയങ്കര ട്യൂണിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നോക്കട്ടെ എത്ര പേർക്ക് അത് കിട്ടും. നോക്കാം. എന്തായാലും അടുത്ത വാക്കിലോട്ട് നമുക്ക് ചാടാം. നമുക്ക് ജമ്പ് ചെയ്യാം. അത് ഓടണോ, റൺ ചെയ്യണോ? നമുക്ക് ചാടിക്കൊണ്ട് ഓടിയാലോ? ജമ്പ് ചെയ്തുകൊണ്ട് റൺ ചെയ്താലോ? അതോ ഓടിക്കൊണ്ട് ചാടിയാലോ? റൺ ചെയ്തുകൊണ്ട് ജമ്പ് ചെയ്താലോ? എങ്ങനെയായാലും അവിടെ എത്തിയാൽ മതി അല്ലേ? നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്ത വാക്ക് കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എത്ര സിമ്പിൾ വേർഡാണല്ലേ? ഡു, ചെയ്യുക. ടീച്ചർ അതിൻ്റെ ഗ്രാഫിക്സ് എന്തിടുമെന്ന് കുറച്ച് നേരം ചിന്തിച്ചു. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് 2 കാര്യങ്ങൾ. ഒന്ന്, പച്ച വട്ടത്തിൻ്റെ അകത്തൊരു പച്ച ചെക്ക് മാർക്ക് അല്ലേ? അത് നമ്മൾ പൊതുവെ എപ്പോഴാണ് പറയുക? ഡൺ, ചെയ്തു കഴിഞ്ഞു അല്ലേ? ചെയ്തു കഴിഞ്ഞു, ഡൺ, DONE, ഡൺ അല്ലേ? നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടി പലപ്പോഴും
വാട്സപ്പ് മെസ്സേജിലൊക്കെ അയക്കാറുള്ള ഒരു സിമ്പിളാണത് അല്ലേ, ഡൺ. ഇനി വലതുവശത്ത് എന്താ കാണുന്നത്? ഒരു പേപ്പർ, ഒരു പെന്ന്, പിന്നെന്തുണ്ട്? കുറേ ചെക്ക് മാർക്സ് ഇട്ടിട്ടുണ്ട് അല്ലേ. ചെക്ക് ബോക്സസ് 3 ഉണ്ട്. അതിൽ 2 ചെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, 1 ചെയ്തിട്ടില്ല. അതിനർത്ഥം എന്താണ്? 2 ചെയ്തു, 1 ചെയ്യാൻ ബാക്കിയുണ്ട്. അതിനർത്ഥം ആ പേപ്പർ എന്താണ്? ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ്, ടു ഡു ലിസ്റ്റ്. എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ എഴുതി വെക്കുന്ന ഒരു ലിസ്റ്റാണ് ടു ഡു ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഡൂവുമായി എന്തൊക്കെയോ ബന്ധം ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് ടീച്ചർ അത് 2 വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് വാക്കിലേക്ക് പോകാം. ഡു 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 ഡു. ഡിയോ 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 ഡു 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 ഡു. ഇതും തന്നെ ടീച്ചർ പറയുമ്പോഴേ രസമുണ്ടാവും. നിങ്ങൾ പറയുമ്പോഴേ അത് ഡു എന്നെല്ലാകുമ്പോൾ ഒരു ലുക്കില്ല. ഡു എന്ന് പറയുമ്പോൾ അതിലൊരു എന്തോ ഒരു വേറൊരു ഫീല് വരുന്നുണ്ട്. നിങ്ങൾ തന്നെ അത് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഡു 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 എന്ന് പറയുന്നത് പോലെയല്ല, ഡു ഡു ഒരു എന്താ പറയില്ല, നമ്മുടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടി നല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന ഒരു ഡാ പോലെ ഉണ്ട് അല്ലേ. നിങ്ങൾ ചിലർ ശരിയായിട്ടോ, എല്ലാവരും അല്ലാന്ന് ഞാൻ പറയുന്നത്, ചിലവർ അങ്ങനെ ബാക്കിയുണ്ട്, ചിലവർ ശരിയായിട്ടുണ്ട്. ആ ശരിയായവരത് ടീച്ചറിൻ്റെ പോലെ തന്നെ നല്ല പവറുള്ള ഒരു നല്ലൊരു പുതിയൊരു മോഡേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും വരുന്ന ശബ്ദം പോലെയാണ് ഡു 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 ഡു. അല്ലാത്തവർ ഇപ്പോഴും ഡൂ ഡു ഡൂ ഡു തന്നെയായിരിക്കും. അപ്പം അത് ശരിയാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓക്കെ, ഡു ഡു ഡു, ഡി ഒ ഡു, ഡി ഒ ഡു, ഡി ഒ ഡു. ചെയ്തു എന്ന് പറയാനാണെങ്കിലോ ഡിഡ്, ഡിഡ്. ഡു ഡിഡ് ഡൺ, ഡു ഡിഡ് ഡൺ, ഡു ഡിഡ് ഡൺ. ഓക്കെ, ഡു ചെയ്യുക, ഡിഡ് ചെയ്തു, ഡൺ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഡു ഡിഡ് ഡൺ, ഡു ഡിഡ് ഡൺ. V1 form base form do, V2 form past form did, V3 form past participle form done. V1 form base form do, V2 form past form did, V3 form past participle form done. Do did done, do did done, do did done, do did done. V1 form base form do, V2 form past form did, V3 form past participle form done. ഓക്കെ, ഇനി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യുന്നു എന്ന് പറയുന്നത് നോക്കാം. ഡൂയിങ്, DO + ING, ഡൂയിങ്. വേറെ ഡെക്കറേഷനും ഒന്നും കയറ്റുന്നുമില്ല, ഒന്നും തള്ളി പുറത്താക്കുന്നുമില്ല. DO ING, ഡൂയിങ്. Do did doing, do did doing, do did doing. ഓക്കെ, ചെയ്യുക do, ചെയ്തു did, ചെയ്യുന്നു doing, ചെയ്യുക do, ചെയ്തു did, ചെയ്യുന്നു doing. Do did done doing does. do എന്നുള്ള വാക്കിൽ എസ് ചേർക്കുമ്പോൾ നമ്മളൊരു ഇ കൂടി ചേർക്കണം. ES ആണ് ചേർക്കുക. DOES, DOES, ഡസ്, DOES, ഡസ്. അപ്പോൾ ഡു, ഡിഡ്, ഡൺ, ഡൂയിങ്, ഡസ്. ഡു, ഡിഡ്, ഡൺ, ഡൂയിങ്, ഡസ്. V1 form base form do, V2 form past form did, V3 form past participle form done, V4 form present participle form doing, V5 form third person singular form does, DOES, does. Okay, do did doing, do did doing. ചെയ്യുക ചെയ്തു ചെയ്യുന്നു. Do did doing, ചെയ്യുക ചെയ്തു ചെയ്യുന്നു. Do ചെയ്യുക, did ചെയ്തു, doing ചെയ്യുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് ഈ ഡു എന്നുള്ള വാക്കിനെ നമുക്ക് സെൻറ്റൻസസിലോട്ടിടാം. ഓക്കെ, ഈ ഡു എന്നുള്ള വാക്കിന് ഞാൻ കുറച്ചൊരു വലിയ സെൻറ്റൻസസ് യൂസ് ചെയ്തു. നമ്മൾ ബാക്കി 3
വാക്കുകൾക്കും നമ്മൾ അങ്ങനെ ചെയ്തില്ലാലോ. ഇതിന് ഇരുന്നോട്ടെ, കുറച്ചൊരു വലിയ സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ദേ ഓഫൻ ഡു their homework together. They often do their homework together. അവർ പലപ്പോഴും ഒരുമിച്ചാണ് ഗൃഹപാഠം ചെയ്യാറ്. അവർ പലപ്പോഴും ഒരുമിച്ചാണ് ഗൃഹപാഠം ചെയ്യാറ്. They often do their homework together. They often do their homework together. അവർ പലപ്പോഴും ഒരുമിച്ചാണ് ഗൃഹപാഠം ചെയ്യാറ്. She did a great job on the presentation. She did a great job on the presentation. She did a great job on the presentation. അവൾ അവതരണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഓക്കെ, അവൾ വലിയ ഒരു കാര്യമാണ് പ്രസൻറ്റേഷനിൽ ചെയ്തത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയും. ഓക്കെ, അവൾ അവതരണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ശരിക്കും ഷീ ഡിഡ്, അവൾ ചെയ്തു. എ ഗ്രേറ്റ് ജോബ്, വലിയൊരു കാര്യം. ഓൺ ദ പ്രസൻറ്റേഷൻ, ആ അവതരണത്തിൽ അവൾ വലിയ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവൾ പ്രസൻറ്റേഷൻ ചെയ്തു. അപ്പം നിങ്ങൾ അർത്ഥം എഴുതുമ്പോൾ ഈ നമ്മൾ മലയാളത്തിൻ്റെ ശുദ്ധാർത്ഥം എഴുതുന്നതിനേക്കാളും ആ സെൻറ്റൻസിൽ ചെയ്തു എന്ന രീതിയിൽ എഴുതുമ്പോഴാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഇങ്ങനെ എഴുതാം. അവൾ പ്രസൻറ്റേഷനിൽ അല്ലെങ്കിൽ അവൾ അവതരണത്തിൽ വലിയൊരു കാര്യം ചെയ്തു. ഓക്കെ, അവൾ അവതരണത്തിൽ വലിയൊരു കാര്യം ചെയ്തു. നമുക്ക് ഡിഡ് എന്നുള്ള വാക്കിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ആ വാക്കായതുകൊണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, അവൾ അവതരണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നൊക്കെ പറയാം. അത് പറയാനാണ് നമ്മൾ ആ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഓൺ ദ പ്രസൻറ്റേഷൻ. ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഓൺ ദ പ്രസൻറ്റേഷൻ. The students have done all the exercises. The students have done all the exercises. The students have done all the exercises. ഓക്കെ, എന്താണ് പറയുന്നത്? വിദ്യാർത്ഥികൾ എല്ലാ വ്യായാമങ്ങളും ചെയ്തു. ഇവിടെ വ്യായാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസസ് എന്നുള്ള വാക്ക് നമ്മൾ വ്യായാമത്തിന് വേണ്ടി മാത്രം, നമ്മൾ വ്യായാമം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എക്സേർഷൻ ആണ് പറയുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ ഹോംവർക്ക് കൊടുക്കുന്നതും എക്സസൈസസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതുമായിരിക്കാം, പക്ഷെ നമുക്കിവിടെ വ്യായാമം എന്നുള്ള അർത്ഥം തന്നെ വെക്കാം. ഓക്കെ, വിദ്യാർത്ഥികൾ എല്ലാ വ്യായാമങ്ങളും ചെയ്തു. The students have done all the exercises. The students have done all the exercises. Okay, I am doing puzzles. I am doing puzzles. ഞാൻ പസിലുകൾ ചെയ്യുന്നു. ഞാൻ പസിൽസ് ചെയ്യുകയാണെന്ന് പറയാണ്. ഓക്കെ, I am doing puzzles. I am doing puzzles. Okay, I am doing puzzles. He does his chores every Saturday morning. He does his chores every Saturday morning. He does his chores every Saturday morning. അവൻ്റെ ജോലികൾ എല്ലാ ശനിയാഴ്ച രാവിലെയും ചെയ്യാറുണ്ട്, ചെയ്യുന്നയാളാണ്. അതായത് അയാളുടെ ശീലമാണ്. ഒരാഴ്ചത്തെ പണി മുഴുവൻ ശനിയാഴ്ച രാവിലെ ചെയ്തു തീർക്കുന്ന ഒരു ശീലം. ഓക്കെ, he does his chores every Saturday morning. He does his chores every Saturday morning. ഇനി നമുക്ക് എല്ലാ സെൻറ്റൻസസും ഒരു 3 times വായിക്കാം. ടീച്ചറിൻ്റെ കൂടെ തന്നെ വായിക്കണേ. They often do their homework together. They often do their homework together. They often do their homework together. She did a great job on the presentation. She did a great job on the presentation. She did a great job on the presentation. The students have done all the exercises. The students have done all the exercises. The students have done all the exercises. I am doing puzzles. I am doing puzzles.
I am doing puzzles. He does his chores every Saturday morning. He does his chores every Saturday morning. He does his chores every Saturday morning. ഓക്കെ, അപ്പോൾ വായിച്ച് ജസ്റ്റ് ക്ലാസ് കണ്ട ഉടനെ എടുത്ത് വായിക്കലല്ല, എന്ത് ചെയ്യണം, അതെടുത്ത് ഒന്ന് പരിശീലിച്ചതിന് ശേഷം ടീച്ചർക്ക് വായിച്ചിട്ട് റെക്കോർഡ് ചെയ്തേക്കണം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഡു, ഡിഡ്, ഡൺ, ഡൂയിങ്, ഡസ്. ഡു, ഡിഡ്, ഡൺ, ഡൂയിങ്, ഡസ് എന്നുള്ള 5 വാക്ക് ഇവിടെ നമ്പർ ഇടുക, കുത്തിടുക, സ്പേസ് ഇടുക, പേരെഴുതുക, എന്നിട്ട് V1, V2, V3, V4, V5 ഫോംസ് ഓഫ് ഡു ഇവിടെ എഴുതണം. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങളത് ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ശബ്ദം വരുന്നുണ്ടോ അതോ ഡു ഡാഡി എന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, ചെവിയിൽ വെച്ച് കേൾക്കുക, അറിയാം എങ്ങനെയാണ് നിങ്ങൾ ഉച്ചരിക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മളിന്ന് 4 വാക്കുകൾ പഠിച്ചു അല്ലേ? അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ എഴുതിയല്ലോ, പ്രസൻറ്റ് ഇട്ടല്ലോ. വീണ്ടും ഇനി പ്രസൻറ്റ് ഇട്ടോ എന്ന് ചോദിച്ചതിന് പോയി പ്രസൻറ്റ് ഒന്നും എഴുതണ്ടേ. ഞാൻ പ്രസൻറ്റ് എന്ന് എഴുതാനൊന്നും പറഞ്ഞിട്ടില്ല. ആ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇടാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ച 4 വാക്കുകൾ: ബിഗിൻ, ബിക്കം, ഡിഗ്, ഡു. ബിഗിൻ തുടങ്ങുക, ബിക്കം ആവുക, ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക. ഓക്കെ, ബിഗിൻ, ബിഗാൻ, ബിഗൺ, beginning, begins. Become, became, become, becoming, becomes. Dig, dug, dug, digging, digs. Do, did, done, doing, does. തുടങ്ങുക, begin. തുടങ്ങി, began. തുടങ്ങുന്നു, ബിഗിനിങ്. ആവുക, ആയിത്തീരുക, ബിക്കം. ആയി, ആയിത്തീർന്നു, ബിക്കെയിം. ആകുന്നു, ആയിത്തീരുന്നു, ബിക്കമിങ്. കുഴിക്കുക, ഡിഗ്. കുഴിച്ചു, ഡഗ്. കുഴിക്കുന്നു, ഡിഗിങ്. ചെയ്യുക, ഡു. ചെയ്തു, ഡിഡ്. ചെയ്യുന്നു, doing. Begin, become, dig, do. ഈ 4 വാക്കിൻ്റെയും V1, V2, V3, V4, V5 ഒന്ന് കമൻറ്റിൽ എഴുതുക. ഒരു പ്രാവശ്യം ഈ 4 വാക്കിൻ്റെയും 5 ഫോംസും 5 വെർബ് ഫോംസും എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു ഓട്ടം നടത്തണ്ടേ അല്ലേ? നടത്താം. എല്ലാവരും റെഡിയായോ? ടീച്ചറുടെ ഒപ്പം തന്നെ ഒന്ന് ഓടാൻ. എല്ലാ വാക്കിൻ്റെയും V1, V2, V3, V4, V5 അങ്ങനെ പറയാം. ഓക്കെ, റെഡിയല്ലേ? റെഡി, 1, 2, 3, സ്റ്റാർട്ട്. റൺ, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood,
stood, standing, stance. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച 4 വാക്കുകൾ ഏതൊക്കെ? begin, began, begun, beginning, begins. Become, became, become, becoming, becomes. Dig, dug, dug, digging, digs. Do, did, done, doing, does. ഓക്കെ, ഇനി ടീച്ചർക്ക് പറയാനുള്ളത് ഫസ്റ്റ് മെൻഷൻ ചെയ്ത കാര്യം എന്തായിരുന്നു? പുതിയൊരു ആക്ടിവിറ്റി. എന്താണ്? ഇതുവരെ പഠിച്ച എല്ലാ വാക്കുകളുടെയും V1 മുതൽ V5 വരെയുള്ള ഫോംസ് ഡെയിലി മക്കൾ റെക്കോർഡ് ചെയ്ത് അയക്കണം. കേൾക്കുമ്പോൾ തന്നെ മടി വരുന്നുണ്ടെന്ന് അറിയാം, അതിലൊരു ഉപേക്ഷയും കാണിക്കണ്ട. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് എനിക്ക് അയക്കുക. ഓക്കെ, റെക്കോർഡ് ചെയ്ത് അയക്കുമ്പോൾ ഒരു ദിവസത്തിലേക്ക് ചേർത്ത് വെച്ച് അയക്കാനൊന്നും പറ്റില്ല. പുതുതായിട്ട് തന്നെ ഡെയിലി റെക്കോർഡ് ചെയ്യണം. കാരണം ഞാനിതിങ്ങനെ പറയുന്ന സമയത്തെ സുഹൈൽ സാർ എന്നോട് പറയുന്നത്, അവർ നിൻ്റെ കൂടെ തന്നെ വായിക്കുന്നുണ്ടെന്ന് എന്താ ഉറപ്പ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ പിള്ളേർ എന്തായാലും വായിക്കും, കാരണം അവർക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പം എന്നാലും നമുക്കൊന്ന് ഉറപ്പിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഉറപ്പിക്കാനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ ആക്ഷൻ വേർഡ്സ് എല്ലാ ഡേയും ഇത് ചെയ്യണം. എല്ലാ ഡേയും ചെയ്യണം. ഇന്ന് മാത്രമല്ല, ഇന്നും ചെയ്യണം, നാളെയും ചെയ്യണം, മറ്റന്നാളും ചെയ്യണം. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ടീച്ചർ മതി എന്ന് പറയുന്നത് വരെ ചെയ്യണം. ഓക്കെ, ഇനി ചെയ്യണ്ട എന്ന് പറയുന്നത് വരെ ചെയ്യണം. 1-ാമത്തെ ദിവസം എടുത്ത റൺ മുതലാണ് ഈ പറയുന്നത്. റൺ റൺ റൺ. ഓക്കെ, റൺ മുതൽ ഇന്നെടുത്ത ഡു വരെയുള്ള റൺ ടു ഡു, റൺ ടു ഡു എല്ലാം അയക്കണം. ഓക്കെ, ഒറ്റ വോയിസ് റെക്കോർഡിംഗ് ആയിട്ടാണ് അത് അയക്കേണ്ടത്. റണ്ണ് മുതൽ ഡു വരെ. ഇടയിൽ ഇപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ പറ്റുമ്പോൾ കളഞ്ഞ് വീണ്ടും റെക്കോർഡൊന്നും ചെയ്യേണ്ട, അവിടെ നിന്ന് തന്നെ കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ റണ്ണിങ് എന്ന് പറയുമ്പോൾ റൺ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ല, റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇതുവരെ എടുത്ത എല്ലാ ആക്ഷൻ വേർഡ്സിൻ്റെയും V1, V2, V3, V4, V5 ഇന്ന് മുതൽ എല്ലാ ദിവസവും ഫുൾ വേർഡ്സ് റെക്കോർഡ് ചെയ്ത് അയക്കണം. അതായത് ഓരോ ദിവസം പുതിയ പുതിയ വാക്കുകൾ പഠിക്കുമ്പോഴേ അത് അതിലോട്ട് ചേർത്ത് നമുക്ക് ആ ട്രെയിൻ വലുതാക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. ഒന്ന് ലാസ്റ്റ് അറ്റൻഡൻസ് ഇടണം. ലാസ്റ്റ് അറ്റൻഡൻസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് പഠിച്ചതിൽ നിങ്ങൾക്ക് പുതിയതായി തോന്നിയ വാക്കുകൾ മുഴുവനായിട്ടും എഴുതണം. അത് എത്ര വാക്കുകളാണെങ്കിലും അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ, അത് ഒന്ന് ഇവിടെ കമൻ്റായിട്ട് എഴുതണം. പുതിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയ വാക്കുകൾ. ഓക്കെ, അത് കമൻ്റായിട്ട് എഴുതണം. എന്നിട്ട് നിങ്ങൾക്ക് സൈൻ ഓഫ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ലേണിംഗ്.